മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിത അലീനയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛൻ വീണു എന്ന്. ഉടൻ തന്നെ അലീന മനുവിനോടൊപ്പം ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിലെത്തിയ അലീനയ്ക്ക് ബാലചന്ദ്രൻ മരിച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാൻലിക്ക് കാർ മറ്റനേകം കാറുകൾക്ക് പിന്നിൽ പാലത്തിനരികെ നിർത്തേണ്ടി വന്നു. പാലായിലെ വ്യാപാരി വ്യവസായികൾ എല്ലാവരും തന്നെ റീത്തുകളുമായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് കുറച്ചു ദൂരം നടക്കേണ്ടി വന്നു. വീട്ടുവളപ്പിലും വീട്ടിനുള്ളിലുമെല്ലാം നിറയെ ആളുകൾ. തിക്കിത്തിരക്കി വേണം ആളുകൾക്കിടയിലൂടെ നടക്കാൻ. സ്റ്റാൻലി കുറെ സമയം ആൾക്കൂട്ടത്തിൽ തനിയെ ആ മുറ്റത്തിന്റെ കോണിൽ നിന്നു. അയാളെ പരിചയമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഹാളിലായിരുന്നു മൃതദേഹം കിടത്തിയിരുന്നത്. റീത്തുമായി പോയ ഒരാളിന്റെ പിന്നാലെ സ്റ്റാൻലി വെറും കൈയോടെ നീങ്ങി. ഹാളിൽ നിലവിളക്കിന്റെ പ്രകാശവും ചന്ദനത്തിരികളുടെ പുകയും ഗന്ധവും തങ്ങി നിന്നിരുന്നു. റീത്തുകൾ കൊണ്ട് ഏറെക്കുറെ മൂടപ്പെട്ട നിലയിലായിരുന്നു ബാലചന്ദ്രന്റെ മൃതദേഹം. മുഖവും കഴുത്തും മാത്രമേ വെളിയിൽ കാണാനുള്ളൂ. അലീന ഒരു മേശക്കരികിലേക്ക് ചാരി നിലത്തിരിക്കുന്നത് സ്റ്റാൻലി കണ്ടു. കരഞ്ഞു വീർത്ത മുഖവും കലങ്ങിയ കണ്ണുകളും. കൃഷ്ണജ അവളുടെ മടിയിൽ കിടന്ന് ഇപ്പോഴും ഏങ്ങലടിക്കുന്നുണ്ട്. അലീന ബബിതയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ബബിത കരഞ്ഞു തളർന്നതുപോലെ തോന്നിച്ചു. അലീന പപ്പയെ കണ്ട് ഒന്ന് തേങ്ങിയെങ്കിലും പെട്ടെന്ന് നിയന്ത്രിച്ചു. വൈജയന്തിയെയും സ്റ്റാൻലി കണ്ടു. സ്ത്രീകളായിട്ടുള്ള ബന്ധുജനങ്ങൾക്കിടയിൽ മൃതദേഹത്തിന്റെ വലതുഭാഗത്ത് കണ്ണുനീരോടെ നിശ്ചലയായിരിക്കുന്നു. സ്റ്റാൻലി ബാലചന്ദ്രന്റെ അടുത്തെത്തി. മരണം നടന്ന വീടുകളിൽ അത് ബന്ധുക്കളുടേതായാലും സ്നേഹിതരുടേതായാലും സന്ദർശനത്തിന് ചെല്ലുമ്പോൾ തോന്നാറുള്ള വിചിത്രമായ തോന്നൽ ഇത്തവണയും സ്റ്റാൻലിക്കുണ്ടായി. മരിച്ചു കിടക്കുന്ന ആൾ താൻ അടുത്ത് ചെല്ലുമ്പോൾ തന്റെ സാന്നിധ്യം അറിയുന്നു എന്ന തോന്നലാണ് ആദ്യത്തേത്. പാതി ഉറക്കത്തിൽ എന്നോണം ഇമചിമ്മിയോ എന്നതാണ് രണ്ടാമത്തെ സംശയം. മരിച്ചയാൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു എന്നത് മൂന്നാമത്തെയും. ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ മൂന്ന് സംശയങ്ങളും സ്റ്റാൻലിയെ ഗ്രസിച്ചു. ബാലചന്ദ്രനെ ആദ്യമായി കണ്ടത് അയാൾ ഓർത്തു. കുളത്തൂപ്പുഴയിലെ വീട്ടിൽ വച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. തനിക്കൊരു മകളുണ്ടെന്ന് പറയാൻ വേണ്ടിയായിരുന്നു അയാൾ വന്നത്. പിന്നീടും കൂടിക്കാഴ്ചകൾ ഉണ്ടായി. വൈജയന്തിയോട് തനിക്കുണ്ടായിരുന്ന അതിസുന്ദരവും അതിഗാഠവുമായ പ്രണയബന്ധത്തിന്റെ ഓർമ്മ ബാലചന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചകളിൽ മനസ്സിനെ കലുഷമാക്കിയിരുന്നുവെന്ന് സ്റ്റാൻലി ഓർത്തു. തനിക്ക് നഷ്ടപ്പെട്ടത് അയാൾക്ക് കിട്ടിയില്ലെന്ന തിരിച്ചറിവിൽ അയാളോട് സഹതപിക്കുമ്പോൾ തന്നെ ഗൂഢമായ ഒരു സംതൃപ്തിയും തോന്നിയിരുന്നു. ബബിത ഇപ്പോഴാണ് സ്റ്റാൻലി പപ്പയെ കണ്ടത്. അവൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരിഞ്ഞു. സ്റ്റാൻലി അലിവോടും കരുണയോടും ദുഃഖത്തോടും കൂടി അവളെ നോക്കി 2 നിമിഷം നിന്നു. പിന്നെ പതിയെ മൃതദേഹത്തെ വലം വെച്ച് കടന്നുപോയി. വീട്ടുവളപ്പിലാണ് ചിതയൊരുക്കിയിരുന്നത്. മൃതദേഹം ചിതയിലേക്ക് എടുത്തതോടെ വലിയ കൂട്ടക്കരച്ചിലുകളും ദീനാവിലാപങ്ങളും ഉണ്ടായി. രോഹിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. ശിവശങ്കരൻ അവനെ അതിന് സജ്ജനാക്കി നിർത്തിയിരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവനൊരു ബോധവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചുവെന്ന് മാത്രം അറിയാം. അതിനുശേഷമുള്ളതെല്ലാം സിനിമകളിൽ കണ്ടിട്ടുള്ള ചില രംഗങ്ങളാണ്. ഒരു മൂടനെ പോലെ ആരൊക്കെയോ പറയുന്നത് അനുസരിക്കുന്നു. ചിത, ആൾക്കൂട്ടം, കരച്ചിലുകൾ, റീത്തുകൾ, കറുത്ത കൊടിയും വാഴ്ചകളും, പുകയുന്ന ചന്ദനത്തിരികൾ, കർമ്മങ്ങൾ, ഇവയെല്ലാം ചടങ്ങ് കൊഴിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമാണെന്നും ഒന്നിനും അർത്ഥമില്ലെന്നും അവന് തോന്നി. അച്ഛൻ മരിച്ചു എന്നത് മാത്രമാണ് സത്യം. നാളെ അച്ഛൻ ഈ വീട്ടിലുണ്ടാവില്ല, ജ്വല്ലറി ഷോപ്പിലും ഉണ്ടാവില്ല. നാളെ മുതൽ അച്ഛൻ ഫോൺ ചെയ്തുകൊണ്ട് സിറ്റൗട്ടിലും ഹാളിലും പതിയെ നടക്കുന്നുണ്ടാവില്ല. അച്ഛൻ്റെ ഒപ്പം വളർന്നുപോയ തന്നെ ഒന്നടക്കി പിടിക്കാനും നെറുകയിലൊന്ന് തലോടാനുമുള്ള കൊതി മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ഗൗരവം നിറഞ്ഞ സ്നേഹത്തോടെ അച്ഛൻ ഇനി ഒരിക്കലും തന്നെ നോക്കുകയില്ല. അച്ഛനെ താൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് അവൻ ഓർത്തു നോക്കി. അച്ഛനെ അനുസരിക്കാൻ ഒരു വിമുഖത കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അനിഷ്ടത്തോടെ മാത്രമാണ് അച്ഛനെ അനുസരിച്ചിട്ടുള്ളത്. അച്ഛൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണെന്നും അച്ഛൻ നിഷ്കർഷിക്കുന്ന നിയന്ത്രണങ്ങൾ അനാവശ്യമാണെന്നും തോന്നിയിരുന്നു. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് താൻ പണം മോഷ്ടിച്ചിരുന്നത് അച്ഛൻ അറിയുന്നുണ്ടായിരുന്നു എന്ന് പിൽക്കാലത്താണ് മനസ്സിലായത്. അച്ഛനെ അംഗീകരിക്കാൻ കഴിയാത്ത ചില ഇഷ്ടങ്ങൾ വേണമെങ്കിൽ നിവർത്തിച്ചോട്ടെ എന്ന് അച്ഛൻ കരുതിയിട്ടുണ്ടാവണം. അലീന ചേച്ചി തന്ന തിരിച്ചറിവിന് ശേഷമാണ് താൻ അച്ഛനെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് രോഹിത് ഇപ്പോൾ സങ്കടത്തോടെ ഓർത്തു. അതുവരെ അമ്മയായിരുന്നു ശരി, അമ്മയായിരുന്നു സത്യവും നീതിയും. അലീന ചേച്ചിയാണ് അച്ഛൻ്റെ ഹൃദയവിശാലത കാണിച്ചു തന്നത്. അച്ഛനെ തന്നെ
ഒരമ്മ കൂടി ഉണ്ടായിരുന്നുവെന്ന് ക്രമേണ മനസ്സിലായി. ആ അമ്മയാണ് പലതും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരുന്നത്. അച്ഛനിലെ ആ അമ്മയുടെ വേദനയും സങ്കടങ്ങളും ഒരിക്കലും താൻ കണ്ടിരുന്നില്ല. ഇനി ഒരിക്കലും അച്ഛനെ കാണാനും അച്ഛനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാനും കഴിയില്ലല്ലോ എന്ന ഓർമ്മയിൽ അവന്റെ ഹൃദയം വിങ്ങി. ആരോ ചെറിയ മൺകുടത്തിൽ ഒരു കുടം വെള്ളം അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. വലം വയ്ക്കണം 3 തവണ. മാലാരുടെ മന്ത്രണം. ചിതയ്ക്ക് വലം വയ്ക്കുമ്പോൾ കുടത്തിൽ നിന്ന് വെള്ളവും കണ്ണിൽ നിന്ന് കണ്ണുനീരും തുളുമ്പിക്കൊണ്ടിരുന്നു. മാമച്ചനും ഗ്രേസമ്മയും ചിന്നുമോളും ഉടനെ മടങ്ങുകയാണ്. കഴക്കൂട്ടത്ത് ചെന്ന് രേവതിക്കുട്ടിയും കൂട്ടിയാണ് അവർ വന്നത്. അവളെ അവിടെ തന്നെ തിരിച്ചെത്തിക്കുകയും വേണം. അലീനയും വൈജയന്തിയും തിരിച്ചെത്തുന്നതുവരെ ഇനി അവളും ഔതുക്കുട്ടിച്ചാനും കൂടി വേണം കഴക്കൂട്ടത്തെ കാര്യങ്ങൾ നോക്കാൻ. രേവതിക്കുട്ടി രോഹിത്തിന്റെ അടുത്ത് ചെന്നു. അവന്റെ നേർക്ക് വിഷാദത്തോടെ നോക്കി. അവൻ സങ്കടം കലർന്ന മന്ദസ്മിതത്തോടെ പറഞ്ഞു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ആരെയും കണ്ടില്ല. കണ്ണിന് മാത്രമായിട്ടൊരു കാഴ്ച ചെത്തിയില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. പോയിട്ട് വരാം, രേവതിക്കുട്ടി പറഞ്ഞു. മാമച്ചൻ അവന്റെ കരം ഗ്രഹിക്കുക മാത്രം ചെയ്തു. ശവദാഹം കഴിഞ്ഞതോടെ ബന്ധുമിത്രാദികൾ പിരിഞ്ഞു പോവുകയാണ്. കൊല്ലപ്പള്ളിയിൽ നിന്നും വന്നവരിൽ ഹരിശങ്കറും രഞ്ജിനിയും മാത്രം തിരിച്ചുപോയി. ശിവശങ്കരനും കമലയും സൗദാമിനിയും മനുശങ്കറും കടപ്പാട്ടൂർ വീട്ടിൽ തന്നെ തങ്ങി. ഗംഗാധരനും മാലതിയും നീലഗിരിയിലേക്ക് മടങ്ങിപ്പോയി. ബാലചന്ദ്രന്റെ സ്വന്തക്കാരിൽ സുനന്ദയും ഗോവർദ്ധനും കടപ്പാട്ടൂർ വീട്ടിൽ തന്നെ നിന്നു. അവർ നാളെയേ തിരിച്ചു പോകൂ. അലീനയായിരുന്നു ബബിതയ്ക്കും കൃഷ്ണയ്ക്കും തങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരേ ഒരു ആശ്രയം. രാത്രിയിൽ അവർ 3 പേരും ഒരേ കട്ടിലിലായിരുന്നു. വൈജയന്തിയോടൊപ്പം സൗദാമിനിയമ്മയും കമലയും വേറൊരു മുറിയിൽ. രോഹിത്തിനെ ആശ്വസിപ്പിക്കാൻ മനുശങ്കർ. എനിക്കൊരു വിഷമവുമില്ല ചേച്ചി. ബബിത കണ്ണു തുടച്ചിട്ട് അച്ഛനെക്കുറിച്ച് വാചാലിയായി. കഴിഞ്ഞ 2 വർഷവും ഞാൻ അച്ഛനെ നല്ലപോലെ നോക്കി. അച്ഛൻ എന്നോടും വലിയ ഇഷ്ടമായിരുന്നു. എന്നെ വിളിച്ചിട്ട് കണ്ടില്ലെങ്കിൽ ഈ ബബിത എവിടെ പോയി എന്നൊക്കെ ഒരു സിനിമാ പാട്ടിന്റെ ഈണത്തിൽ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് കിച്ചണിലോട്ട് വരും. നിറഞ്ഞൊഴുകുന്ന മിഴികൾ വീണ്ടും തുടച്ചിട്ട് അവൾ തുടർന്നു. അവസാനം എന്നോട് വഴക്കിട്ടാ പോയത്. അച്ഛൻ എപ്പോഴും കോഫി വേണം. ഞാൻ ലെമൺ ടീ കൊടുക്കും. ഇന്നലെയും കോഫി ചോദിച്ചപ്പം ഞാൻ ലെമൺ ടീയാ കൊടുത്തത്. അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങി കസേരയിലേക്ക് ഇരുന്നതാ. ബബിത പെട്ടെന്ന് വിങ്ങിക്കരഞ്ഞു. കൂട്ടത്തിൽ കൃഷ്ണജയും. അലീന 2 പേരെയും തലോടിക്കൊണ്ടിരുന്നു. തന്നെ ആശ്വസിപ്പിക്കാൻ മാത്രം ആരും വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ തന്റെ ആരുമല്ല. അനാഥാലയത്തിൽ നിന്ന് വന്ന അലീന എന്ന കടങ്കഥയ്ക്ക് ഉത്തരവും അവളുടെ ജീവിതത്തിന് അർത്ഥവും നൽകിയതിന് പിന്നിൽ അച്ഛന്റെ അപാരമായ ഹൃദയവിശാലതയും ത്യാഗനിർഭരമായ ചിന്തയും ഉണ്ടായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? അച്ഛൻ സ്വന്തം മക്കളെക്കാൾ ഒട്ടും കുറയാതെയോ അതിലധികമോ തന്നെ സ്നേഹിച്ചിരുന്നുവെന്നും ഏറ്റവും അധികമായി വെറുക്കേണ്ട ഒരു പോയിന്റിൽ നിന്നാണ് അച്ഛൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന സത്യത്തിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാകും? അച്ഛനാണ് തന്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്ന ആദ്യത്തെ ബന്ധു. പപ്പയോട് സംസാരിക്കാൻ ഇപ്പോൾ പോലും തടസ്സങ്ങളുണ്ട്. ചില കുറ്റിക്കാടുകളും മുൾപടർപ്പുകളും വകഞ്ഞുമാറ്റി പാറക്കെട്ടുകൾ താണ്ടി വേണം പപ്പയെ സമീപിക്കാൻ. അച്ഛന്റെ മുൻപിലേക്ക് ചെല്ലാൻ യാതൊരു തടസ്സങ്ങളുമില്ല. വെൽക്കം എന്നെഴുതിയ ഒരു പച്ച പരവതാനി വിരിച്ചിട്ടുണ്ടെന്ന് തോന്നും. അച്ഛനോട് വേണമെങ്കിൽ ഇത്തിരി കൊഞ്ചാൻ പോലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അച്ഛൻ തന്റെ സ്നേഹപൂർണമായ ശാസനകൾക്ക് വഴങ്ങിയിരുന്നു. സ്നേഹമുള്ളവർക്ക് മാത്രമേ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ബലി കഴിക്കാൻ പറ്റൂ. സ്നേഹനികേതനത്തിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനായിരുന്നുവെന്ന് അലീന സ്മരിച്ചു. ഒടുവിൽ സ്നേഹനികേതനത്തിൽ അതിന്റെ സാരഥിയായി എത്തിച്ചേരാനും അച്ഛൻ തന്നെ വഴിയൊരുക്കി. അർദ്ധരാത്രിക്ക് ശേഷം എപ്പോഴോ കൃഷ്ണയും ബബിതയും അലീനയുടെ മടിയിലും കാൽച്ചുവട്ടിലുമായി കിടന്നുറങ്ങി. മരണവീട് ഒരു ശ്മശാന മൂകതയിൽ ആഴ്ന്നു കിടന്നു. കൃഷ്ണയുടെ ശിരസെടുത്ത് സൂക്ഷ്മതയോടെ തലയണയിലേക്ക് വെച്ച ശേഷം അലീന എഴുന്നേറ്റു. വീട്ടിനുള്ളിൽ അവിടെവിടെ പല മുറികളിലായി ആളുകൾ കിടന്നുറങ്ങുന്നു. കമലയും സൗദാമിനിയമ്മയും വൈജയന്തിയും കിടക്കുന്ന മുറിയുടെ വാതിക്കൽ ചെന്ന് അലീന നോക്കി. കമലാന്റി തനിച്ചൊരു കട്ടിലിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയും ഉറക്കം തന്നെ. മുറി ലൈറ്റിട്ടിട്ടില്ലെങ്കിലും ഹാളിൽ നിന്ന് വെളിച്ചം മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ മുത്തശ്ശി കിടക്കുന്നതിനരികെ കട്ടിലിന്റെ കൊത്തുപണികളുള്ള ഉയർന്ന ക്രാസി ചാരി ഒരു മെഴുകുപ്രതിമ പോലെ ഇരിക്കുന്നതും കണ്ടു. അമ്മ ഉറങ്ങുകയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. മറ്റാരൊക്കെ ഉറങ്ങിയാലും അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മയുടെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞ ദിവസമാണിത്. ഇന്നു മുതൽ അമ്മ വിധവയാണെന്ന് അവൾ ഒരു ഞെട്ടലോടെ ഓർത്തു.
അലീന മെല്ലെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിനരികെ ചെന്ന് നിന്നു. വൈജയന്തി പതിയെ മുഖം തിരിച്ച് മകളെ നോക്കി. കൈ മടിയിൽ നിന്നുയർത്തി എന്തോ പറയാനായി ചുണ്ടുകൾ അനക്കി. ഒരു മഹാദൈന്യത അവളുടെ വാക്കുകളെ വിഴുങ്ങി. കൈപ്പത്തി വിറച്ചു താണു. അലീന അമ്മയുടെ ചുമലിൽ കൈപ്പണം വെച്ച് കട്ടിലേക്ക് പതിയിരുന്നു. ചുമലിലൂടെ കൈ ചുറ്റി അമ്മയുടെ ശിരസ് തന്റെ തോളത്തേക്ക് ചായ്ച്ചു. അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ ഉരുകിയ ലോഹത്തുള്ളികൾ പോലെ അവളുടെ ചുമലിൽ വീണു പൊള്ളി. എപ്പോഴോ കണ്ണീരിൽ കുതിർന്ന ഒരു മന്ത്രണം അലീന കേട്ടു. ബാലേട്ടനെ സ്നേഹിച്ചില്ല ഞാൻ. അമ്മയെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. സ്നേഹം ചിലപ്പോൾ വേദനയാകുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയാത്തതും വേദനയാകുമെന്ന് അവൾ ഇപ്പോഴറിയുന്നു. സ്നേഹിച്ചവരുടെ ദുഃഖത്തിന് ഒരു സമാശ്വാസമുണ്ട്. സ്നേഹിക്കാത്ത ദുഃഖത്തിന് ഒരിക്കലും ശമനമില്ല. അത് പരിഹരിക്കാനാവുന്നതുമല്ല. ബാലചന്ദ്രന്റെ ജീവിതം കൈരേഖ പോലെ വൈജയന്തിക്ക് തന്റെ തന്നെ ഭൂതകാലത്തിന്റെ കരിയിലെ പാതകൾക്കരികെ കാണാമായിരുന്നു. അവൾ അലീനയുടെ തോളത്ത് നിന്ന് മുഖമെടുത്ത് നിവർന്നിരുന്നു. പുതപ്പുകൊണ്ട് കണ്ണും കവിളും തുടച്ചു. ഒരു ദീർഘശ്വാസം എടുത്ത് വിതുമ്പി വന്ന തേങ്ങലിനെ ഉള്ളിലേക്ക് വലിച്ചു. ഞാനാണ് മോളെ കൊന്നത്. വൈജയന്തി തന്റെ കൈപ്പടം നോക്കി ആത്മവിലാപം പോലെ മന്ത്രിച്ചു. സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും വേദനിപ്പിച്ചു, നിന്ദിച്ചു. വൈജയന്തി മടക്കിയ കാൽമുട്ടുകളിലേക്ക് മുഖം കമഴ്ത്തി ഹൃദയവ്രത അടക്കാൻ ശ്രമിച്ചു. കൊല്ലപ്പള്ളിയിൽ നിന്ന് വന്നവരെല്ലാം മടങ്ങി. മനുശങ്കർ പിറ്റേന്ന് തിരിച്ചുപോയി. അലീന സ്നേഹനികേതനത്തിലേക്കും തിരിച്ച് കടപ്പാട്ടൂരേക്കും ഒന്നിടവിട്ട ദിവസങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സഞ്ചയനം കഴിയുന്നതുവരെ വൈജയന്തി കടപ്പാട്ടൂരിൽ താമസിച്ചു. സഞ്ചയനത്തിന്റെ അന്ന് ബന്ധുമിത്രാദികളെല്ലാം കടപ്പാട്ടൂർ വീട്ടിൽ ഒന്നിച്ചുകൂടി. ദുഃഖം ഘനീഭവിച്ചു കഴിഞ്ഞിരുന്നു. കുടുംബഭാരം ഇനി രോഹിത്തിന്റെ ചുമലിലാണ്. സഹോദരിമാരുടെ കാര്യങ്ങൾ വേണ്ടുവണ്ണം നിർവഹിക്കണം. അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തണം. തന്റെ ജീവിതത്തിന്റെ ഗതിയെക്കുറിച്ച് രോഹിത്ത് ബോധവാനായി കഴിഞ്ഞു. അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് അവൻ സംശയിച്ചു. മരണത്തിനു മുൻപ് ബാലചന്ദ്രൻ പല ദിവസങ്ങളിലും രോഹിത്തിനെ കൂടി ഷോപ്പുകളിലേക്ക് കൊണ്ടുപോയി 2 ഷോപ്പുകളുടെയും പ്രവർത്തന രീതികൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ബാലചന്ദ്രന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. പണമിടപാടുകളെക്കുറിച്ചും ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും യാതൊരു സംശയവും വേണ്ട. എല്ലാ കണക്കുകളും വ്യക്തവും കൃത്യവുമായിരുന്നു. വിൽപത്രം 3 വർഷം മുൻപേ എഴുതി വച്ചിരുന്നു. ഏതു നിമിഷവും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന ഒരാളെപ്പോലെ തന്റെ കടമകളും ജോലികളും ക്രമീകരിച്ചു വച്ചിരുന്നു. രോഹിത്ത് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്തു. വഴികാട്ടാനും ഉപദേശങ്ങൾ നൽകാനും ഗോവർദ്ധനുമുണ്ടായിരുന്നു. സഞ്ചയനത്തിന്റെ പിറ്റേന്ന് വൈജയന്തി കഴക്കൂട്ടത്തേക്ക് തിരിച്ചുപോയി. പോകാനുള്ള അമ്മയുടെ തീരുമാനം വിചിത്രമായി ബബിതയ്ക്ക് തോന്നി. അച്ഛനില്ല, അമ്മയും കൂടി പോയാൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. വിഷമിക്കണ്ട, വൈജയന്തി പറഞ്ഞു. അലീന 3 ദിവസം കൂടുമ്പോൾ കടപ്പാട്ടൂര് വന്ന് താമസിക്കും. കഴക്കൂട്ടത്ത് സ്നേഹനികേതനത്തിന്റെ നടത്തിപ്പ് ക്രമേണ വൈജയന്തിയുടെ ഉത്തരവാദിത്തത്തിലായി. രേവതിക്കുട്ടി ഡിഗ്രി എടുത്ത ശേഷം വീട്ടിൽ വെറുതെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വൈജയന്തിയെ സഹായിക്കാൻ സ്നേഹനികേതനത്തിൽ പോകും. അലീന കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ പോയി അവിടെയും ഒരു സന്ദർശനം നടത്തും. കൃഷ്ണജ ഉപരിപഠനാർത്ഥം തിരുവനന്തപുരത്തേക്ക് പോകുന്നതോടെ കടപ്പാട്ടൂർ വീട്ടിൽ ബബിതയും രോഹിത്തും മാത്രമാകും എന്ന സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഒരു ദിവസം രേവതിക്കുട്ടി സ്നേഹനികേതനിൽ വെച്ച് തിരിച്ചു പോയപ്പോൾ അലീനയും കൂടെ പോയി. എറണാകുളത്ത് ചെന്ന് അവൾ മാമച്ചനോടും ഗ്രേസമ്മയോടുമായി ചോദിച്ചു, രേവതിക്കുട്ടിയെ ഇനി എനിക്ക് തിരിച്ചു തന്നേക്കോ? നീയല്ലേ കൊണ്ടുവന്ന് തന്നത്? നീ തന്നെ വിളിച്ചോണ്ട് പോയിക്കോ, ഗ്രേസമ്മ പറഞ്ഞു. അങ്ങനെയല്ല ആന്റി, അനുഗ്രഹിച്ചയക്കണം. സ്വന്തം മകളെ അയക്കണ പോലെ കല്യാണം കഴിപ്പിച്ച് പെട്ടിയും പ്രമാണവും ഒക്കെ കൊടുത്ത് അങ്ങനെ. അലീന പുഞ്ചിരി തൂകി. മനസ്സിലായി, പക്ഷേ അതിന് നീ വന്ന് ചോദിച്ചാ പോരാ. കെട്ടാൻ പോണ ചെക്കൻ്റെ അമ്മയുണ്ടല്ലോ, ബന്ധുക്കളുണ്ടല്ലോ. വേണ്ടതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചയക്കണമെങ്കിൽ ആ മുറയ്ക്ക് തന്നെ എല്ലാ കാര്യവും നടക്കണം, മാമച്ചൻ ഗൗരവം വിടാതെ പറഞ്ഞു. രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിലുള്ള അടുപ്പം മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയാവുന്നതും അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചതുമാണ്. പക്ഷേ ഒരനാഥ പെണ്ണിനെ പോലെ അവളെ അയക്കാൻ അവർ തയ്യാറല്ല. ഉത്തരവാദിത്തമുള്ളവർ വേണ്ടതുപോലെ വന്ന് ആലോചിക്കണം. അലീന തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ ചെന്ന് ശിവശങ്കരനെ കണ്ട് രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള കല്യാണക്കാര്യത്തെപ്പറ്റി സംസാരിച്ചു. ശിവശങ്കരൻ കേട്ടപാടെ എതിർത്തു. നിന്റെ തലതിരിഞ്ഞു പോയോ ജയന്തി? അലീന നിന്റെ മോളാണെന്ന് വെച്ച് നമ്മളെല്ലാം അംഗീകരിച്ചു. അതുപോലെയാണോ അവൾ? അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാത്ത അനാഥ പെണ്ണ്. ഇത്രയുമാണ് ഇന്നത്തെ കഥ.
അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.